HSA ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് എയുടെ സിലബസിനെ പറ്റിയാണ്. പാർട്ട് എയുടെ ഒരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂംസ് ടാക്സോണമി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാണാത്തവർ ആ ക്ലാസ് പോയി കാണേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാർട്ട് എയുടെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാർട്ട് എയിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുന്നത്. പാർട്ട് എയിൽ 3 മൊഡ്യൂളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളാണ് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് കേരള നവോത്ഥാനത്തെ പറ്റിയും ഇന്ത്യൻ നവോത്ഥാനത്തെ പറ്റിയുമാണ്. പ്രധാനമായും കേരള നവോത്ഥാന നായകന്മാരായിട്ടുള്ള ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ തുടങ്ങിയ ഒട്ടനവധി പേരുണ്ട്. അവരെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരായിട്ടുള്ള രാജാറാം മോഹൻ റോയ്, ആത്മാറാം പാണ്ഡുരംഗ്, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി തുടങ്ങിയവരെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ തന്നെ ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം ഇതൊക്കെ ആരാണ് സ്ഥാപിച്ചത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. കൂടാതെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി നമ്മൾ പഠിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയും ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ മൊഡ്യൂളാണ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ്. വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണല്ലേ. ജനറൽ നോളജിൽ നമ്മൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ, UGC, SSA, അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള അറിവ് ഇതൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കണം. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും അമെൻമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഇവിടെ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ കറണ്ട് അഫെയർസിൽ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നോബൽ പ്രൈസസ്, ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഫിലിം അവാർഡ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് പഠിക്കണം. മൂന്നാമത്തെ മൊഡ്യൂളാണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഹിസ്റ്ററി, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, അതുപോലെ സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ്, കൂടാതെ എന്താണ് എയിംസ്, ഒബ്ജക്റ്റീവ്സ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്, ബോത്ത് ഓൾഡ് ആൻഡ് റിവൈസ്ഡ് ടാക്സോണമിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതുപോലെ പെഡഗോജിക് അനാലിസിസ്, ഇറ്റ്സ് നീഡ്, സിഗ്നിഫിക്കൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കണം. പിന്നെ പഠിക്കേണ്ടതാണ് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, ഇറ്റ്സ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ്, ഇംപ്ലിക്കേഷൻ ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി, ഹോസ്ബെൽ ആൻഡ് ഗാർഡ്നർ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ദെൻ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് പഠിക്കണം. എന്താണ് കരിക്കുലം, ഇറ്റ്സ് ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. കൂടാതെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, ദെയർ കോൺസെപ്റ്റ്, പർപ്പസ്, ടൈപ്സ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ടീച്ചർ, ക്വാളിറ്റീസ് ആൻഡ് കോമ്പീറ്റൻസീസ് ഓഫ് എ ടീച്ചർ, ഡിഫറെൻറ്റ് റോൾസ് ഓഫ് എ ടീച്ചർ, എസെൻഷ്യൽ ടീച്ചിങ് സ്കില്ല്, മൈക്രോ ടീച്ചിങ് തുടങ്ങിയ ആക്ഷൻ റിസർച്ച് തുടങ്ങിയ എല്ലാ ടോപ്പിക്കുകളും മൊഡ്യൂൾ 3യിലാണ് വരുന്നത്. സോ പാർട്ട് എയുടെ കംപ്ലീറ്റ് സിലബസിൻ്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.